DFIക്ക് പറയാത്തത് 2 മാസമായി. 2 മാസം നിങ്ങൾ എന്താണ് അത് പ്രതികരിക്കുന്നത്? സ്ഥാപനത്തിന്റെ MD വരെ നിലവിൽ ഇവിടെ എത്തിയില്ല. കലക്ടറാണ് അതിന്റെ പ്രിയദർശിനി എസ്റ്റേറ്റിനുള്ളിലാണ്. ഇതിന്റെ MD ആണ് സബ് കളക്ടർ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. രാവിലെ നടന്ന സംഭവമാണ്. പിന്നെ അത് കഴിഞ്ഞ് ചെയർമാനാണ് ജില്ലാ കളക്ടർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ആര് മുന്നിൽ ചർച്ച ചെയ്യും? ഭരണാധികാരികൾ അവിടെ ആരാണ് ഇവിടെ ഉള്ളത്? ജില്ലാ കളക്ടർ നിങ്ങൾക്ക് 10 മിനിറ്റ് കൂടുമ്പോഴാണ് ചായ അടിക്കുന്ന ആളെ ജില്ലാ കളക്ടർ. ഇത്രയും പുള്ളി തയ്യാറായിട്ടില്ല. കളക്ടർ ഇവിടെ ഈ ഒരു പ്രിയദർശിനി ടി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തി, പോലീസുകാരെത്തി, കളക്ടർ വരണം. കളക്ടർ വരാതെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കളക്ടർ വരണം. ബന്ധപ്പെട്ട അധികാരികൾ വേണം ഇവിടെ ചർച്ച ചെയ്യണമെങ്കിൽ. അല്ലാതെ ആരുടെ മുന്നിൽ നിന്ന് MD കൂടി ചെയർമാൻ കൂടിയിട്ടാണ് ജില്ലാ കളക്ടർ. പുള്ളിക്കാർ അദ്ദേഹം വരാതെ നിന്ന് തീരുമാനമാക്കാം. എല്ലാവരും സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഈ നാട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്ന ആളാ. ഈ ഒരു അത്രയും അത്യാവശ്യ ഘട്ടത്തില് 5 മണി 6 മണിയാകുമ്പോ നാട്ടു റോട്ടിൽ കൂടെ കാട്ടിപ്പോത്ത് ഇങ്ങനെ പോവാണ്. ഞങ്ങൾ മക്കൾക്ക് സ്കൂളിൽ പോയിട്ട് വരാനുള്ള സമയമൊന്നുമില്ല. കാട്ടിപ്പോത്ത് നിങ്ങൾ വന്നതിന് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. 5 മണി 6 മണിയാകുമ്പോൾ കാട്ടിപ്പോത്ത് എസ്റ്റേറ്റ് കൂടെ ഇറങ്ങുക. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഫുള്ള് ജനങ്ങൾക്ക് ഭീതിയാണ്. വണ്ടി കൊണ്ട് പോകാനല്ല, ആളുകൾ കാൽനടയായിട്ട് പോകാനാകുന്നില്ല. മയക്കുവെടി വെച്ച് പിടികൂടാൻ ഉത്തരവ് വന്നിട്ടുണ്ട്. മന്ത്രി വെടിവെച്ച് കൊല്ലാനാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. വെടിവെച്ച് കൊന്നത് അല്ലെങ്കിൽ ഇവിടുന്ന് പിടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവർ വിടും. അവിടുത്തെ ജനങ്ങൾക്ക് ഇത് പ്രശ്നമാവൂലേ? ഇത് ബത്തേരിന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് കൊണ്ടുവരുക, പുൽപ്പള്ളി കൊണ്ടുപോയിടുക. അതേപോലെ ജനങ്ങൾക്ക് എന്താ ഉപകാരം? അതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ്? ജനങ്ങൾക്ക് സ്വന്തമായി ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഒറ്റ സ്ഥലമായിരുന്നു ഈ പ്രദേശം. 3 വർഷം കൊണ്ട് ഇവർ കുരങ്ങനെ കൊണ്ട് രാത്രി കൊണ്ടിട്ട് ആയിരക്കണക്കിന് കുരങ്ങ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട്. അതിന് പരിഹാരം കാണുന്നതാണ് ഇപ്പൊ നമ്മൾ ആവശ്യം. ഓടെല്ലാം പൊട്ടിച്ചിട്ട് ഭയങ്കര ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച കുരങ്ങൾ പോകുന്ന ഒന്ന് പറഞ്ഞ അധികാരികൾക്കൊന്നും ചെവി കൊള്ളുന്നില്ല. 3 ദിവസം വെടിവെച്ച് കൊല്ലാൻ ഉത്തരവായിട്ടുണ്ട്. അൻപറ്റ വരട്ടെ ജനങ്ങൾക്ക് കണ്ടാൽ മാത്രമേ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുള്ളൂ. ശേഷമേ ഈ ബോഡി ഞങ്ങൾ വിടൂ. ഓർഡറിന്റെ കോപ്പി ഇവിടെ കാണിച്ചതിന്റെ ശേഷമേ ഞങ്ങൾ വിടുള്ളൂ. പെൻസിൽ സ്ഥാപിക്കുക. ഇപ്പൊ ഈ ബോഡി വിടാനുള്ള ഒരേ ഒരു സംഗതി ഞങ്ങൾ പറയുന്നത് ഈ കടുവ വെടിവെച്ച് കൊല്ലുക. അതിനുള്ള ഉത്തരവ് ജില്ലാ കലക്ടർ, ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഉത്തരവ് ഒപ്പിടുക. ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ഉത്തരവ് നടപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം? അതിന്റെ തീരുമാനം. ജീവിക്കാൻ പറ്റുന്നില്ല, സ്വന്തം ജനിച്ച നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊരു വലിയൊരു ഇതല്ലേ. ഇവിടെ വെടിവെച്ച് കൊല്ലണം. ഇത് വേണ്ട. ഇതുകൊണ്ട് എത്ര ദ്രോഹം അറിയോ? ആന, കടുവ, എല്ലാ കഴുതകളുണ്ട് ദ്രോഹം. അതുകൊണ്ട് വെടിവെച്ച് തട്ടണം. ഇനി വേണ്ട ഇവിടെ.